ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മൾ ഉലുവേൻ്റെ ഇല വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇന്ന് നമ്മൾ മേത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മേത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉലുവയുണ്ടല്ലോ, ഉലുവേൻ്റെ ഇലയാട്ടത്. ഇല ഉലുവ മുളയിച്ചിട്ടുള്ള അതിൻ്റെ ഇലയാട്ടോ അത്. അപ്പോൾ ഇത് നാട്ടിൽ കിട്ടുന്ന കുറവാണ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ചധികം കിട്ടും കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഇത് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് നട്ടു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇല കിട്ടും കേട്ടോ. ഇത് നല്ലതായിട്ട് ഉണ്ടാക്കി തിന്നുന്ന നമ്മളെ നടുവേദനയും നല്ല ഇതിനെല്ലാം നല്ല ഇതാണ്. ഉലുവ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഔഷധമുള്ള സാധനമാണല്ലോ. അതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നല്ല. അപ്പോൾ ഇത് തോരൻ വെക്കാം. പിന്നെ അതുപോലെ തന്നെ തോരൻ വെച്ചിട്ട് പിന്നെ ഇതങ്ങനെ കയ്പൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ കയ്പൊക്കെ കുറവായിരിക്കും കേട്ടോ. ഇത് കഴിക്കൂന്ന് തോരൻ വെച്ചാൽ കഴിക്കൂല. പിന്നെ അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ അപ്പോൾ നാട്ടിൽ കിട്ടൽ കുറവാണ്. അപ്പം നിങ്ങൾ ഉലുവ ഇത് ഉണ്ടാക്കണോ വെച്ചെങ്കിൽ ഉലുവ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഒരു ഇതിൽ മണ്ണിൽ പാകി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചീര അങ്ങനെ നട്ടു കൊടുക്കില്ല. അതുപോലെ തന്നെ ഉലുവ അങ്ങ് വെതറി കൊടുത്തിട്ട് അതങ്ങ് എന്താ പറയുക അതിൻ്റെ ഇല ഉണ്ടായിക്കോളൂ കേട്ടോ. പക്ഷെ ഇത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് ഇതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഇല മാത്രം ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ. അപ്പോൾ ഇതാ ഇവിടെ ഇല ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് എല്ലാ ഇലയും പൊട്ടിച്ചെടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴുകുമ്പോൾ നല്ല മണ്ണുണ്ടാവും. അപ്പോൾ 2-3 പ്രാവശ്യം ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് പിന്നെ അരിപ്പയിലിട്ട് വെക്കാം കേട്ടോ. അപ്പം വെള്ളമൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. വെള്ളത്തോടെ ഇട്ടാൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വറന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ തോരൻ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ കറിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന പിന്നെ കസ്തൂരി മേത്തി ഈ ഇല കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഇല നല്ലോണം വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയിട്ടാട്ടോ അത് പിന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അത് കഴുകിയിട്ട് ഞാനൊരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയത് നമുക്ക് കടലയാട്ടോ. കടല നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് പൊടിക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചു വെക്കാം. നല്ലോണം പൊടിയണ്ട, കുറച്ചൊന്ന് ക്രഷായാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയത് വെളുത്തുള്ളിയും പച്ചമുളകാണ് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് നല്ലോണം കഴുകിയിട്ട് പച്ചമുളകും കഴുകിയിട്ട് നല്ലോണം ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ഇതിലിട്ടിട്ട് ചെറിയ ഉരുളിയിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുക. പച്ചമുളകൊന്ന് അരിഞ്ഞും കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 സാധനമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയത്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഞാൻ അതൊന്ന് കുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവേച്ചില് എന്താ ചെയ്യേണ്ടതെന്ന് ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് തരുന്നുണ്ടെങ്കിലാണ് നമ്മളെ വീഡിയോസ് വേറെ ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈക്ക് തരിക. അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി തരാൻ മറക്കരുത്. അപ്പോൾ തന്നെ കമൻറ്റും കൂടി അയക്കണേ. എല്ലാവരും വീഡിയോസ് കണ്ടു പോകുന്നുള്ളൂ, കമൻറ്റ് ഒന്നും അയക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി അയക്കുക. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് വീഡിയോ നന്നായിട്ടാണോ അല്ലെങ്കിൽ വെടക്കാണോ എന്നൊക്കെ കമൻറ്റും കൂടെ എല്ലാം മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഒരു സബ്സ്ക്രൈബ് തരാനും മറക്കരുത്. ലൈക്കും കൂടി തരിക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ഇത് ഉലുവേൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ കേട്ടോ.
ഞാൻ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കുന്നില്ല. നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. എന്താ വെച്ചാൽ എത്ര നമ്മൾ അരിപ്പയിലിട്ടാലും ചൂടായി വരുമ്പോൾ വെള്ളം ഉണ്ടാവും അടിയിൽ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോഴത്തേക്കും നമുക്കിനി കടലൊന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലോണം അരയണ്ട, കുറച്ചൊരു പൊടി പോലത്തെ അരപ്പ് മതി. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ വെള്ളം കാണുന്നില്ലേ? അപ്പോൾ മൂടി വെക്കാണ്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളത്തോടെ നമ്മൾ ഉണ്ടാക്കിയാൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ. ഉലുവേൻ്റെ ഇലയല്ലേ, അപ്പോൾ നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ ഇതാ നല്ലോണം ഞാൻ വെള്ളമൊക്കെ ഒന്ന് മൂടി വെക്കാണ്ട് തന്നെ ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കടല ഒന്ന് ചേർത്ത് കൊടുക്കാം. കടല ചേർത്ത് കൊടുത്തിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഉലുവയുടെ ഇലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻ്റായിട്ടും കൂടി എനിക്കൊന്ന് അയക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ കമൻറ്റ് കൂടി അയക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.